നമസ്കാരം. ഇറാന് മേൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള ആക്രമണവും അതിൻ്റെ പ്രത്യാക്രമണവും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധമായി നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതേക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു തരത്തിലുള്ള വിശകലനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇറാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ BC 550 മുതൽ ഇറാൻ ഒരു സാംസ്കാരിക നാഗരിക സമൂഹമായിരുന്നു. അക്കാലത്ത് ഇറാൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിന് ഉള്ളിലായിരുന്നുവെന്ന് വാദിക്കുന്നവരുമുണ്ട്. 7-ാം നൂറ്റാണ്ടോടെ ഇറാനിൽ ഇസ്ലാമിക അധിനിവേശം ഉണ്ടാവുകയും ഷിയ സമൂഹത്തിൻ്റെ കേന്ദ്രമായി അത് മാറുകയും ചെയ്തു. 1500 മുതൽ 1925 വരെ ഖജർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഇറാൻ. ഇക്കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെയും റഷ്യയുടെയും സ്വാധീനം ഇറാനിൽ വർദ്ധിച്ചു വന്നു. 1925 മുതൽ 1979 വരെ റസാ ഷായും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റസ പഹ്ലവിയും അധികാരത്തിലെത്തുകയുണ്ടായി. പഴയ പേർഷ്യയെ ഇറാനെന്ന് പുനർനാമകരണം ചെയ്ത് ഒരു ആധുനിക സമൂഹമായി ഇറാനെ അവർ മാറ്റി. 1979 അയത്തുള്ള റൂഹുള്ള ഖമീനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക റവല്യൂഷൻ നടത്തി ആ രാജഭരണത്തെ പുറത്താക്കുകയും സമ്പൂർണമായ ഒരു ഇസ്ലാമിക ഭരണത്തിന് അടിത്തറയിടുകയും ചെയ്തു. ഈ മാറ്റങ്ങളുടെ അടിയൊഴുക്കുകൾ പരിശോധിച്ചാൽ രസകരവും വൻ ശക്തികൾ എങ്ങനെയാണ് ദുർബല രാജ്യങ്ങളെ ചട്ടുകമാക്കി മാറ്റുന്നത് എന്നും കാണാം. നാം ഇന്ന് പരിശോധിക്കുന്നത് ഈ അടിയൊഴുക്കുകളാണ്. യൂറോപ്യൻ വ്യാവസായിക വിപ്ലവം നടന്ന സമയം ഇറാനിലെ രാജഭരണം അതിന് പുറംതിരിഞ്ഞു നിൽക്കുകയും തങ്ങളുടെ ആഡംബര ജീവിതത്തിൽ ലിപ്തരായി മതിമറന്ന് ജീവിക്കുകയുമായിരുന്നു. ഇക്കാലത്ത് ബ്രിട്ടനും റഷ്യയും ചേർന്ന് ഇറാനിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള കരുക്കൾ നീക്കി. ഇതിൽ റഷ്യ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ലോകമഹായുദ്ധം റഷ്യയെ ഇറാന് മേലുള്ള സ്വാധീനം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതമാക്കുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ബ്രിട്ടൻ തങ്ങളുടെ ആധിപത്യം ഇറാന് മേൽ വ്യാപിപ്പിക്കാൻ തുടങ്ങി. 1926 ഇറാൻ്റെ ഒരു സാധാരണ മിലിറ്ററി ഉദ്യോഗസ്ഥനായ റസ ഖാനെ പരിശീലനം നൽകി ഇറാനിൽ ഒരു സൈനിക അട്ടിമറി നടത്തുകയും ഇറാൻ്റെ ഭരണാധികാരിയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഇറാനിൽ ഷാ ഡൈനാസ്റ്റിയുടെ തുടക്കം. ഇറാനിൽ ആധുനികവൽക്കരണം നടക്കുന്നത് ഇക്കാലത്താണ്. റെയിൽവേയും ആധുനിക വ്യവസായത്തിൻ്റെ ആരംഭവും എല്ലാം ഇക്കാലത്ത് ബ്രിട്ടൻ്റെ സഹായത്തോടെ ഉണ്ടായി വന്നത്. 1941 വരെ ബ്രിട്ടൻ്റെ സഹായത്തോടെ ആധുനിക വിദ്യാഭ്യാസമടക്കം സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ബ്രിട്ടൻ്റെ ലോകത്താകമാനുള്ള കോളനി വൽക്കരണത്തിൻ്റെ ഗതിവിഗതികൾ നിരീക്ഷിച്ചു വന്ന ഇറാനിലെ ഇസ്ലാമിക തീവ്രവാദ മനോഭാവമുള്ളവർ ഇതിനെതിരായ നീക്കങ്ങൾ ആരംഭിച്ചു. 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടൻ്റെ പിന്തുണയോടെ റസ ഖാൻ മകനായ റസ പഹ്ലവിക്ക് അധികാരം കൈമാറി. റസ പഹ്ലവി ഒരു രഹസ്യ പോലീസിന് രൂപം നൽകുകയും ഇസ്ലാമിക തീവ്രവാദികളെ തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. 2ാം ലോകയുദ്ധം അവസാനിക്കുകയും ബ്രിട്ടൻ്റെ ലോകാധിപത്യം ഇല്ലാതാവുകയും ചെയ്തതോടെ മറ്റൊരു കളിക്കാരൻ രംഗത്തെത്തി. അതാണ് അമേരിക്ക. റസ പഹ്ലവി അമേരിക്കയെ ആശ്രയിച്ചതുവഴി അമേരിക്കയുടെ ഒരു കോളനിയായി ഇറാൻ മാറിയെന്ന് വേണം പറയാൻ. ഇറാനിൽ ഭൂരിപക്ഷ ജനത ഷിയ മുസ്ലിങ്ങളായിരുന്നു. അവർക്കിടയിൽ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങളും ആധുനികവൽക്കരണവും അസ്വസ്ഥത സൃഷ്ടിക്കുകയും അവർ ഷാ ഭരണത്തിനെതിരെ ഏകീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് പടർന്ന് 1979 ആകുമ്പോഴേക്കും ഒരു കലാപത്തിൻ്റെയും ഭരണകൂട അട്ടിമറിയുടെയും തലത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. 79 അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക റവല്യൂഷൻ എന്ന പേരിൽ റസ പഹ്ലവിയെ തുരത്തുകയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൽ രസകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ഖമീനിയെ ഇതിന് സഹായിച്ച ഒരു ബാഹ്യശക്തിയുണ്ട്. അത് 1ാം ലോക മഹായുദ്ധകാലത്ത് ഇറാൻ ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന റഷ്യയാണ്. റഷ്യയുടെ അഥവാ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ഖമീനി അധികാരം പിടിക്കുന്നത്. ഇറാനും തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനും മേലുള്ള സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം അമേരിക്കയെ ചൊടിപ്പിച്ചുവെന്ന് തന്നെ പറയാം. ഇറാന് മേലുള്ള അധികാരം നഷ്ടപ്പെട്ട അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരായ നീക്കങ്ങൾ ആരംഭിച്ചു. ഇറാൻ ഒരു ഷിയ രാജ്യമാണെന്നറിയാമല്ലോ. ഷിയ സുന്നി ശത്രുത കീരിയും പാമ്പും പോലെ പ്രസിദ്ധമാണ്. അമേരിക്കയ്ക്ക് ഇറാനെതിരെയും ഒപ്പം സോവിയറ്റ് യൂണിയനെതിരെയുമുള്ള ശത്രുത തീർക്കാനായി സുന്നി രാജ്യമായ സൗദിയെയും പാകിസ്ഥാനെയും ആയുധമാക്കി. ഇറാനെതിരെ ഒരു ഭാഗത്ത് സൗദിയുടെ സഹായത്തോടെ ഇറാഖിനെ തിരിച്ചുവിടുകയും അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാനെ ആയുധമാക്കുകയും ചെയ്തു. എല്ലാ കളിയും പിന്നിൽ നിന്ന് കളിച്ചിരുന്നത് അമേരിക്കൻ CIA-യുമായിരുന്നു. 80 മുതൽ 88 വരെയുള്ള ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ വലിയൊരു പാഠം പഠിച്ചു. സ്വന്തം നിലനിൽപ്പിനായി ആണവായുധം ആവശ്യമാണ് എന്നത്.
പാകിസ്ഥാൻ്റെ അബ്ദുൾ ഖാദിർ ഖാൻ്റെ സഹായത്തോടെ ഇറാൻ ആണവായുധം സ്വായത്തമാക്കുകയും 2004-05 കാലത്ത് തങ്ങൾ ആണവായുധം നിർമ്മിച്ചുവെന്ന് ഇറാനിയൻ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അഹമ്മദി നജാദ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമേരിക്കയടക്കം യൂറോപ്യൻ സമൂഹം സക്രിയമായി. ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് പഴയ പഹ്ലവി ഭരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്ന രാജ്യം അമേരിക്കയാണ്. ഒരു മതരാഷ്ട്രത്തെ അട്ടിമറിച്ച് മറ്റൊരു രാജഭരണം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ആധുനിക ജനാധിപത്യ രാജ്യമാക്കി ഇറാനെ മാറ്റണമെന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർലമെൻറ്റും നിയമ സംവിധാനവും വേണമെന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഷിയ ഭരണം നടപ്പിലാക്കിയ ക്രൂരമായ നരഹത്യകളും ജനാധിപത്യ ധ്വംസനങ്ങളും അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. 7-ാം നൂറ്റാണ്ടിലെ മതനിയമങ്ങൾക്ക് വിധേയമായി 21-ാം നൂറ്റാണ്ടിലെ സമൂഹം ആധുനിക മാറ്റങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന് പ്രാകൃത സമൂഹമായി ജീവിക്കുന്നത് സാധ്യമല്ല എന്ന് പറയാൻ ലോകത്തിന് അവകാശമുണ്ട്. അതിന് ജനാധിപത്യത്തിൻ്റെ മാർഗമാണ് ആവശ്യമായുള്ളത്. മുള്ളമാരും മൗലവിമാരും നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല, ജനപ്രതിനിധികൾ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനമാണ് വേണ്ടത്. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ പങ്ക് തികച്ചും ന്യായവും നിലനിൽപ്പിന് വേണ്ടിയുള്ളതുമാണ്. ആണവായുധം സ്വായത്തമാക്കിയ ഇറാൻ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ആണവായുധം ആവശ്യമാണ് എന്നാണ്. സുഹൃത്തുക്കളെ, ഇസ്രയേൽ സ്വന്തം അസ്തിത്വത്തിനു വേണ്ടി പോരാടുന്നു. അമേരിക്ക തങ്ങളുടെ നഷ്ടപ്പെട്ട കോളനിയെ തിരിച്ചു പിടിക്കാനായി യുദ്ധം ചെയ്യുന്നു. ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഷിയ ഭരണകൂടം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനകളാണ് സുന്നി ഭൂരിപക്ഷമുള്ള അറബ് രാജ്യങ്ങൾക്ക് മേൽ മിസൈൽ വർഷിച്ചതിലൂടെ ചെയ്തിരിക്കുന്നത്. സൗദിയുടെ അരാംകോയെ ലക്ഷ്യം വെച്ച് മിസൈൽ വർഷിച്ചതോടെ അരാംകോ അടച്ചിടുകയും ലോക മാർക്കറ്റിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടെ ഇറാന് ലോക ജനതയിൽ നിന്ന് ലഭിക്കേണ്ട സിമ്പതി നഷ്ടമാവുകയും ഒറ്റപ്പെടുകയും ചെയ്തു. ഇറാനിലെ ഷിയ ഭരണകൂടം സ്വന്തം ജനങ്ങൾക്ക് മേൽ നടത്തിയ ക്രൂരതകളുടെ അടയാളമായ മഹ്സ അമിനി എന്ന യുവതി ഒരു നീറ്റലായി നിറയുമ്പോൾ ഖമീനിയുടെ മരണത്തിൻ്റെ ആഘാതം കുറയുകയാണ് ചെയ്യുന്നത്. ഇറാനിയൻ നേതൃത്വം ഒന്നാകെ ഇല്ലാതാവുകയും രണ്ടാം നിര നേതൃത്വം ബുദ്ധിശൂന്യമായ അവിവേകങ്ങൾ കാട്ടുകയും ചെയ്യുന്നത് ഷിയ ഭരണത്തിൻ്റെ അന്ത്യമാണ് കാണിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ഏജൻ്റായ ഷാ പഹ്ലവിയെ പുനഃസ്ഥാപിച്ചേക്കാം, ഏതെങ്കിലും ഒരു പപ്പുവിനെയും പുനഃസ്ഥാപിച്ചേക്കാം, പരിഷ്കാരങ്ങൾ വീണ്ടും വന്നേക്കാം. എന്നാൽ ആധുനിക സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം സൃഷ്ടിക്കാൻ കഴിയാത്തിടത്തോളം ഈ യുദ്ധം അർത്ഥശൂന്യമായിരിക്കും. അമേരിക്കയുടെയോ റഷ്യയുടെയോ കളിപ്പാവയാകാതെ സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം പുരോഗതി കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഇറാൻ അഥവാ പുതിയ പേർഷ്യ രൂപം കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഭാരതത്തിൻ്റെ റോൾ എന്താണ്? ഇന്ത്യക്ക് ഇസ്രയേലുമായും ഇറാനുമായും അടുത്ത ബന്ധമാണുള്ളത്. ഇന്ത്യക്ക് സഹായം ആവശ്യമായി വന്ന എല്ലാ ഘട്ടത്തിലും ഇസ്രയേൽ നമുക്ക് സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള ബന്ധം ശരിക്കും രസകരമായ മറ്റൊരു കഥയാണ്. സയ്യദ് സലാഹുദ്ദീൻ ഹൈദർ എന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ കേട്ടിരിക്കാനിടയില്ല. ഇദ്ദേഹം ഷഹാബുദ്ദീൻ ഹൈദർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 766-80 കാലത്ത് അറേബ്യയിൽ നിന്ന് കാശ്മീരിൽ ഇസ്ലാമിക പ്രചരണത്തിനായി വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ബന്ധുവായ ഹക്മത്തുള്ള റിയാസി ഹഷ്ദി ജമ്മുവിൽ വരികയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ശേഷം വന്നത് ദീൻ അലി ഷാ ആണ്. അദ്ദേഹം കാശ്മീർ വാസിയാണ്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് സയ്യിദ് അഹമ്മദ് മുസാവി ഹിന്ദ്. അദ്ദേഹം ജനിച്ചത് ലഖ്നൗവിനടുത്ത് ബാരാബങ്കിയിലെ കിന്ദൂർ ഗ്രാമത്തിലാണ്. സ്വന്തം പേരിനൊപ്പം ഹിന്ദ് എന്ന പേര് വയ്ക്കാൻ കവിയായ അദ്ദേഹം മടിച്ചില്ല. 1830 മുസാവി ഹിന്ദ് ഇറാഖിലെത്തുകയും അലിയുടെ ദർഗ സന്ദർശിക്കുകയും അവിടെ നിന്നും ഇറാനിലെത്തി ഖൊമൈൻ ഗ്രാമത്തിൽ വാസമുറപ്പിക്കുകയും ചെയ്തു. മുസ്തഫ മസൂരി എന്ന ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായി. 1900 അദ്ദേഹത്തിന് ഒരു മകൻ കൂടി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അയത്തുള്ള റൂഹുള്ള ഖമൈനി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. ഈ ഖമനയുടെ മകനാണ് കൊല്ലപ്പെട്ട ഖമനയി. ഇറാനും ഇസ്രയേലും നമ്മുടെ സുഹൃത്തുക്കളാണ്. നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം മാത്രമേ നിർദ്ദേശിക്കാനുള്ളൂ. ഇതിനിടയിൽ നുഴഞ്ഞുകയറിയ അമേരിക്കൻ ചെകുത്താനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യക്കകത്ത് കാൽക്കാശിന് വിലയില്ലാത്ത പാകിസ്ഥാനെ വെച്ച് തീവ്രവാദം നടത്തി ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന അമേരിക്ക, താരിഫിന് മേൽ താരിഫ് ഏർപ്പെടുത്തി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ നോക്കുന്ന അമേരിക്ക, 27 യൂറോപ്യൻ രാജ്യങ്ങൾ ഭാരതവുമായി മദർ ഓഫ് ഓൾ ഡീൽസ് ഒപ്പുവെച്ച് കഴിഞ്ഞ് താരിഫ് 18% കുറച്ച് ഭാരതം മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും അംഗീകരിച്ച് ഒടുവിൽ ഭാരതവുമായി കരാർ ഒപ്പിട്ട അമേരിക്ക. നാം അമേരിക്കയുടെ പക്ഷത്തല്ല. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയത്തിൽ
ഇടപെടാൻ അമേരിക്കയ്ക്ക് എന്തധികാരമാണുള്ളത്? മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഇറാനെതിരായി നടത്തുന്ന യുദ്ധത്തിൽ ഒരു ഈസി വാക്ക് ഓവർ സാധ്യമാകുമെന്ന് കരുതണ്ട. അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും നേരിട്ട നാണക്കേട് ഇവിടെയും നേരിടേണ്ടി വരും. ഒരുപക്ഷെ ഇറാൻ പരാജയപ്പെട്ടേക്കാം. അതവർ അർഹിക്കുന്നു, അവരുടെ കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അമേരിക്കയുടെ ഗുണ്ടായിസം അംഗീകരിക്കാനാവില്ല. ഇസ്ലാമിക തീവ്രവാദം അത് ലോകത്തെവിടെയായാലും എതിർക്കപ്പെടണം. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ശത്രുവായി കാണുന്നത് ആശാസ്യമല്ല. ഇസ്ലാമിക തീവ്രവാദം എത്ര അപകടകരമാണോ അത്രയും അപകടകരമാണ് അമേരിക്കൻ ഗുണ്ടായിസവും. രണ്ടും ലോകത്തിന് ആപത്താണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇസ്രയേലിനെ പറ്റി കൂടി പറയാതെ പോകുന്നത് ഉചിതമല്ല. ഇന്ന് ഇസ്രയേലിൽ വസിക്കുന്ന പലരുടെയും ജന്മഭൂമി ഭാരതമാണ്. ഇസ്രയേൽ അവരുടെ വാഗ്ദത്ത ഭൂമി. അവരും നമ്മുടെ സ്വന്തം ജനത തന്നെ. എല്ലാ ആപത്ഘട്ടങ്ങളിലും തുണയായി നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം ജനത. ഇറാഖ് പോലെ അഫ്ഗാൻ പോലെ മറ്റൊരു നീറുന്ന ചരിത്രമായി ഇറാനും മാറിയേക്കാം. അമേരിക്കയ്ക്ക് നഷ്ടമോ നാണക്കേടോ ഉണ്ടാവില്ല. ലോകത്തെ അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടതിലുള്ള സന്തോഷം മാത്രം. ലോക ജനതയുടെ ശത്രുവായ അമേരിക്കയെ തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും ലോക ജനാധിപത്യ ശക്തികൾക്കാകണം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നോക്കൂ, യുക്രൈനിലെ പപ്പുവായ സെലൻസ്കിയെ ആയുധവും അർത്ഥവും നൽകി യുദ്ധത്തിന് ഒരുക്കിയെടുക്കുന്നത് അമേരിക്കയാണ്, അമേരിക്കൻ CIA ആണ്. എന്നാൽ ആയുധം വിറ്റ് കാശാക്കാനല്ലാതെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത് യുക്രൈനെ സഹായിക്കാൻ ഒരാളും എത്തിയില്ല. യുക്രൈൻ്റെ 20% പ്രദേശം റഷ്യയുടെ കൈവശമായി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയന് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഇല്ല. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഭരണകൂട അട്ടിമറികൾ നടത്തി സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ആ രാജ്യങ്ങൾ അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ യുദ്ധം അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായ യുദ്ധമാണ്. അമേരിക്കയ്ക്ക് ഇതിലെന്ത് കാര്യമുണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിൽ വ്യാപാരം നടത്താതെ സ്വന്തം കറൻസിയിലാണ് വ്യാപാരം കൂടുതലും നടത്തുന്നത്. ലോകത്തെ 2 പ്രധാന എണ്ണ ഉപഭോക്താക്കളാണ് ചൈനയും ഇന്ത്യയും. ഈ 2 രാജ്യങ്ങളും ഡോളർ ഉപേക്ഷിച്ചതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്ന പെട്രോ ഡോളറിൽ ഇടിവുണ്ടാവുകയും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ഇതിനെ മറികടക്കാനായിട്ടാണ് വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയും അവിടുത്തെ എണ്ണയുടെ കുത്തക സ്വയം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നവരോട് ഡോളറിൽ മാത്രമേ എണ്ണ നൽകൂ എന്ന് അമേരിക്കയ്ക്ക് ആവശ്യപ്പെടാം. മറ്റൊരു പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ചൈനയും ഇന്ത്യയും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു, അതും സ്വന്തം കറൻസിയിൽ. ഇതിനെ പ്രതിരോധിക്കാനും ഡോളറിൻ്റെ കുത്തക സ്ഥാപിക്കാനുമാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത്. ഇറാൻ്റെ സൈനിക ശക്തിക്ക് പിന്നിൽ റഷ്യയും ചൈനയും ഉണ്ടെന്ന് ട്രംപിനെ അറിയാമായിരുന്നെങ്കിലും ഇത്ര കണ്ട് ശക്തി ഉണ്ടാവുമെന്ന് യുദ്ധത്തിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല. മറിച്ച് ഇറാൻ്റെ സൈനിക ആയുധ ശക്തിയെപ്പറ്റി ഇസ്രയേലിന് നല്ല ധാരണയുണ്ടായിരുന്നു താനും. അതുകൊണ്ടാണ് തന്ത്രശാലിയായ നെതന്യാഹു അമേരിക്കയെ കൂടെ കൂട്ടിയത്. അമേരിക്ക ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കിയതോടെ അമേരിക്കയടക്കം സമാധാനത്തിനായി ആഗ്രഹിച്ചു തുടങ്ങി. പുറമേ ട്രംപിൻ്റെ നുണകളും വീമ്പുപറച്ചിലുകളും ഉണ്ടെങ്കിലും ഉള്ളിൽ തീ ആളുന്നതിൻ്റെ തെളിവാണ് യുദ്ധക്കപ്പലുകളെ അടിക്കടി സ്ഥാനം മാറ്റുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ഇന്ന് യുദ്ധവിരാമം ആഗ്രഹിക്കുന്ന എല്ലാവരും സമാധാന ചർച്ചകൾക്കായി മോദിജിയെയാണ് കാണുന്നത്. ഇന്ത്യയുടെ നയം മോദിജി വ്യക്തമാക്കി കഴിഞ്ഞു. പീസ് ആൻഡ് ഡയലോഗ്, സമാധാനത്തിനായുള്ള ചർച്ച. അതെ, പരസ്പര ചർച്ചയിലൂടെ മാത്രമേ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ, യുദ്ധത്തിലൂടെ കഴിയില്ല. ഒരു രാജ്യമെന്ന നിലയിൽ ഇസ്രയേലിൻ്റെ സുരക്ഷിത നിലനിൽപ്പ് പോലെ തന്നെ ഇറാൻ്റെയും സുരക്ഷിതത്വം പ്രധാനമാണ്. ഭാരതത്തിൻ്റെ മുൻകൈയിൽ സമാധാനം കൈവരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.